ഭരണവിരുദ്ധതയോ പിണറായി വിരുദ്ധതയോ എന്താണെങ്കിലും LDF-നെ നയിക്കാൻ സാക്ഷാൽ പിണറായി വിജയൻ തന്നെ ഇറങ്ങുകയാണ്. VD സതീഷിനെതിരെ പിണറായി വരുമ്പോൾ രാഷ്ട്രീയ കൗതുകം എന്ന് പറഞ്ഞൊതുക്കാൻ സാധിക്കില്ല. കൃത്യമായി 10 വർഷം നാട് ഏറ്റവും കൂടുതൽ ആപത്കരങ്ങളായ ഘട്ടങ്ങളിലേക്ക് പോയപ്പോ ഈ മലയാളി എന്ന് പറയുന്ന മനുഷ്യർ ഉള്ളിടത്തോളം മുഴുവനും പിണറായിയിലേക്ക് ചുരുങ്ങിയ കാലങ്ങളുണ്ട്. നിപ്പയുണ്ട്, ഓക്കിയുണ്ട്, പ്രളയമുണ്ട്. നൂറുകണക്കിന് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയപ്പോ മലയാളിയുടെ കാരണവരായി നാടിനെ നയിച്ച പിണറായി വിജയൻ പ്രതിപക്ഷത്തിരിക്കുമ്പോ ഒരു വെറും പ്രതിപക്ഷ നേതാവായി മാത്രമായിരിക്കില്ല അവിടെ ഇരിക്കുക. VD സതീശനും ഭരണ ക്യാമ്പും വെക്കുന്ന ഓരോ കാര്യങ്ങളെയും ഡേറ്റ വെച്ച് കൃത്യമായ അനുഭവ പരിചയം വെച്ച് നേരിടാൻ പിണറായിക്കും 34 MLA-മാർക്കും സാധിക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട എന്നുള്ളതാണ്. VD സതീശനും പിണറായിയും കൊമ്പ് കോർക്കുമ്പോ കൃത്യമായിട്ടുള്ള ഭരണവാദ പ്രതിവാദങ്ങൾ നടക്കുമ്പോ 16ാം നിയമസഭ ഏറ്റവും വലിയ കലുഷിതമായ ഘട്ടങ്ങളിലേക്ക് കടന്നു പോകുമ്പോ അനുഭവ സമ്പത്ത് ആ സീറ്റിൽ ഇരുന്ന ഒരാൾ തന്നെ തിരിഞ്ഞു വന്ന് നിന്നിട്ട് ഓരോ കാര്യങ്ങളും കഴിഞ്ഞ 10 വർഷം നടന്നത് എന്താണ് എന്ന് ഉദാഹരണ സഹിതം വ്യക്തമാക്കുമ്പോ ഭരണ മുന്നണി മുഴുവനും വലിയ രീതിയിൽ പ്രതിക്കൂട്ടിലേക്കായി പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പിണറായിയുടെ കാലഘട്ടം എന്ന് പറഞ്ഞ് ഭരണ നേതൃത്വത്തെ എതിർക്കുകയല്ല, സാക്ഷാൽ പിണറായി തന്നെ വന്നു നിന്ന് ആ ഭരണത്തെ ശക്തമായി എതിർക്കുന്ന സമയങ്ങളിലേക്ക്, കാലഘട്ടത്തിലേക്കാണ് കടന്നു പോവുക. അതിന് വലിയ മൂർച്ചയുണ്ട് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഇന്നത്തെ പകലിൽ മുഴുവനും പറഞ്ഞു വെക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം ചരിത്രത്തിലെങ്ങുമില്ലാത്ത പോലെ 10 വർഷം ഈ നാടിനെ നയിച്ച ഒരാളാണ് പ്രതിപക്ഷ നേതാവായി വരുന്നത്. മാത്രവുമല്ല, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി ആദ്യമായി വരുന്നു എന്നുള്ളതും കൂടി നമ്മൾ കണക്കിലാക്കണം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി 14ാം നിയമസഭയുടെ അധിപനായി വന്നപ്പോ ഒരുപാട് രാഷ്ട്രീയ കൗതുകങ്ങളാണ് നമ്മൾ കണ്ടത്. ഇപ്പോ വിജയ് തമിഴ്നാട്ടിലെടുക്കുന്ന തൻ്റെ ഇടത്തോടെയുള്ള പല തീരുമാനങ്ങളുമുണ്ട്. ഘടകകക്ഷികളെ മുഴുവൻ ചേർത്ത് നിർത്തി വലിയ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ പിണറായി വിജയനും 14ാം നിയമസഭയിലും 15ാം നിയമസഭയിലും കഴിഞ്ഞു എന്നുള്ളത് കൂടി നമ്മൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. ഭരണപക്ഷത്ത് VD സതീശൻ നിൽക്കുന്നത് 102ന്റെ പകിട്ടിലാണെങ്കിലും RC ക്യാമ്പ് എന്ന് പറയുന്ന ഒരു ക്യാമ്പ് ഉണ്ട് അവിടെ. MLA-മാരെ കൂടെ കൂട്ടാൻ സാക്ഷാൽ KC വേണുഗോപാൽ മത്സരിപ്പിച്ചത് അത്രയും. എത്രയാ KC-യുടെ MLA-മാരുടെ കണക്ക്? 60% മുകളിൽ ജയിച്ചു വന്ന MLA-മാരിൽ KC പക്ഷക്കാരാണ്, ബാക്കിയുള്ളവർ RC പക്ഷക്കാരാണ്. MLA-മാരിൽ ഏറ്റവും കുറവ് പിന്തുണ മാത്രം കൊടുത്ത ഒരു നേതാവാണ് മുഖ്യമന്ത്രിയായി വരുന്നത് സാക്ഷാൽ VD സതീശൻ. അതുകൊണ്ട് തന്നെ VD സതീശൻ ഇരിക്കുന്ന ചെയറിന്റെ ചൂട് വല്ലാത്ത ചൂടായിരിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും മുഖ്യധാരാ മാധ്യമങ്ങളും ഒരുപോലെ അടയാളപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ പിണറായി വിജയൻ ഓരോ കാര്യങ്ങൾക്കെതിരെയും സംസാരിക്കുന്നത് എങ്ങനെയാണ് ഈ വിഷയങ്ങളിൽ രാഷ്ട്രീയ കേരളത്തിൽ നിലപാടെടുത്ത് ധൈര്യമായി സ്ഥിരതയുള്ള ഒരു ഗവൺമെന്റ് മുമ്പോട്ട് പോയത് എന്നുള്ളതാണ്. ഇലക്ഷന്റെ അവസാന നിമിഷങ്ങളിൽ പോലും, പ്രകടനങ്ങളുടെ അവസാന നിമിഷങ്ങളിൽ പോലും മുഖ്യധാരാ മാധ്യമങ്ങൾ പോയി ജനങ്ങളുടെ അഭിപ്രായ സർവേ ചോദിക്കുമ്പോൾ ഭരണവിരുദ്ധത എന്ന് ഞങ്ങൾ പറയുന്നില്ല, അല്ലെങ്കിൽ ഈ ഭരണത്തിന് വലിയ പ്രശ്നമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നില്ല, മാറി മാറി ഭരിക്കട്ടെ, അതല്ലേ ഒരു കൗതുകം എന്ന് പറഞ്ഞ നിഷ്പക്ഷ വോട്ടർമാരുടെ എണ്ണവും ഈ നാട്ടിൽ കൂടുതലാണ്. കഴിഞ്ഞ 10 ദിവസങ്ങളിൽ മുഖ്യമന്ത്രി ചർച്ച വലിയ രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ പിണറായി വന്നാൽ മതിയായിരുന്നു എന്ന് സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ് പോലും തുടങ്ങാൻ LDF-നും സാധാരണ ജനങ്ങൾക്കും കഴിഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്.